ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടായിട്ട് വരികയാണ്. ഇനി നമ്മൾ ഓരോ തട്ടും വെച്ച് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച ശേഷം ഇത് അടയ്ക്കാം. അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അടച്ചു വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇടിയപ്പം കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ തട്ടിൽ നിന്നൊന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഈ ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കാനായിട്ട്. ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കായാലും പൂരിക്കായാലും അല്ലെങ്കിൽ ഭട്ടൂരയും അല്ലെങ്കിൽ അപ്പത്തിന് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയാണിത്.